പോയാൽ ഭീകര സംഘടനകളെ സഹായിക്കാറുണ്ടെന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിന്റെ പ്രസ്താവനയാണ് പുതുതായി വന്നിരിക്കുന്നത്. 30 വർഷമായി ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് തുറന്നു പറച്ചിൽ. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഖവാജ ആസിഫിന്റെ പ്രതികരണം. ജോയ്സ് ഡാനിയലുണ്ട് വിശദാംശങ്ങളുമായി. ജോയ്സ്, ഇന്ത്യ എക്കാലവും പാകിസ്ഥാനെതിരെയുള്ള ദേശീയ ഏജൻസികളുടെ കണ്ടെത്തലുകൾ പറയുന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തോട്. ഇപ്പോഴിതാ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്നും സഹായിക്കാറുണ്ടെന്നും, അല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. ഇന്ത്യ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം, അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദത്തിനൊക്കെ തന്നെ പാകിസ്ഥാന്റെ വലിയ സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇന്ത്യ സ്ഥിരമായി പറയുന്ന കാര്യമാണ്. അപ്പോഴൊക്കെ തന്നെ പാകിസ്ഥാൻ പറയുന്നൊരു മറുപടി, ഇത് ഇന്ത്യ വെറുതെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പറയുന്ന ആരോപണം മാത്രമാണെന്നാണ് ഇതുവരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. ഇത്തരത്തിൽ ഭീകരവാദത്തിനെയും ഒപ്പം തന്നെ ഭീകരവാദികളെയും ഒക്കെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളും നയങ്ങളും ഒക്കെ തന്നെ പാകിസ്ഥാൻ സ്വീകരിക്കുന്നുവെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രി തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ഭീകര സംഘടനകളെ സഹായിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന 30 വർഷമായി ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും ഈ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് എന്നുകൂടിയാണ് ഏതായാലും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് വ്യക്തമാക്കിയത്. അതേസമയം അയാൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, അതായത് ലഷ്കർ-ഇ-തോയ്ബ എന്നൊരു സംഘടന പാകിസ്ഥാനിൽ ഇല്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ലഷ്കർ-ഇ-തോയ്ബ എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഒരിക്കലും തെളിവുകൾ കൊണ്ടുവന്നിട്ടില്ല. സ്വന്തം നേട്ടത്തിനായി ഇന്ത്യ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതല്ലാതെ ഈ ലഷ്കർ-ഇ-തോയ്ബ എന്നൊരു സംഘടന നിലവിൽ പാകിസ്ഥാനിൽ ഇല്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഒരേ സമയം ലഷ്കർ-ഇ-തോയ്ബ എന്ന ഒരു സംഘടന ഇല്ല എന്ന് പറയുന്ന അതേ മന്ത്രി തന്നെയാണ് പിന്നീട് പറയുന്നത് ഈ ഭീകരവാദികളെ സഹായിക്കാനുള്ള നീക്കങ്ങൾ, അവർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുക, അവരെ സംരക്ഷിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വാദവും കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇന്ത്യയുടെ പക്കലില്ല എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇക്കാര്യങ്ങൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഈ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അംഗീകരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇത് പാകിസ്ഥാന്റെ തുറന്നു പറച്ചിലിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായി തന്നെ ഈ ഒരു അവസരത്തിൽ കാണേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ആരോപണങ്ങളെ തള്ളുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ ഭീകരരെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ചില ദോഷങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് ഒരു മുൻകൂട്ടി പറയുന്ന ഒരു തട്ടത്തിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പോയിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് വിനിത ഈ ഘട്ടത്തിൽ വരുന്നത്. ശരി, ഏതായാലും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വരുന്നത് എന്നതും നിർണായകമാണ്.